എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ചിരിമുട്ടയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിന് തന്നെ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 ചെറിയ സബോള അരിഞ്ഞത് കേട്ടോ ഇട്ടോളൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, വേഗം വാടി കിട്ടാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി, ഒരു തക്കാളിയാണ് കേട്ടോ, 2 പച്ചമുളക് അരിഞ്ഞത്. ആദ്യം തന്നെ നമുക്ക് ഈ ബ്രെഡ് ഒരു എന്തെങ്കിലും മൂടി വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അത് ചൂടായതിൻ്റെ അതിലേക്ക് നമുക്ക് ഇത് വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 2 ബ്രെഡ് ഒന്നിച്ചെടുത്തിട്ട് ഈ മുട്ട ഞാൻ 2 മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇങ്ങനെ മുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലും നന്നായി ഡിപ്പ് ചെയ്യാം. എണ്ണയിലേക്ക് ഇടാം, മറിച്ചിട്ട് കിട്ടാന്ന്. അതിൻ്റെ അപ്പം നമുക്കിത് എടുക്കാം കേട്ടോ. കരിയാണ്ട് എടുത്തോളൂ കേട്ടോ. ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എടുക്കാം. പിന്നെ കുറേശ്ശെ പൊടികൾ ഇടാം കേട്ടോ. ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മഞ്ഞളിൻ്റെ പൊടി, ടീസ്പൂണ് മുളകും പൊടി, ഒരു 3/4 ടീസ്പൂണിൻ്റെ പൊടിക്ക് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയുടെ പൊടി കേട്ടോ. നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. സബോള വഴറ്റുമ്പോൾ മാത്രം ഉപ്പിട്ടിട്ടുള്ള തരി. കുറച്ച് മല്ലിയില ഇടാം കേട്ടോ. തീ ഓഫാക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഈ ബ്രെഡിൻ്റെ ഈ സൈഡൊന്നിങ്ങനെ പൊളിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല വെച്ചെടുക്കാം ആദ്യം. മുട്ട പുഴുങ്ങിയതിൻ്റെ പകുതിയും കൂടിയും വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കേട്ടോ. അടുത്തത് അങ്ങനെ ആക്കട്ടെ കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക കേട്ടോ.